നമസ്കാരം, എൻ്റെ പേര് അരുൺ ചന്ദ്രൻ, തൃശ്ശൂരാണ്, ബിസിനസ് ചെയ്യുന്നു. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ലാഡൻ സിറ്റി കൊച്ചിയിലാണ്. ഇതിന് മുൻപ് ട്രാൻസ്പ്ലാന്റ് ചെയ്തിരുന്നു പ്രമുഖ ക്ലിനിക്കായിട്ടുള്ള. അവിടുത്തെ ഒരു ലീഡിങ് ഡോക്ടർ എന്ന് പറയുന്ന ഒരാളാണ് ട്രാൻസ്പ്ലാന്റ് ചെയ്തത് എന്ന് മാത്രമല്ല, നമ്മൾ ഡോണർ ഏരിയ കംപ്ലീറ്റ് പോയി. ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, ഇനി മേക്കപ്പ് ചെയ്യാനായിട്ടുള്ള ഡോണർ ഏരിയ പോലും ഇല്ല എന്നുള്ളൊരു സാഹചര്യമാണ്. അപ്പം അങ്ങനെ ഇരിക്കലാണ് നമ്മളുടെ സത്യൻ ചേട്ടനെ പരിചയപ്പെടുന്നതും. അദ്ദേഹമായിട്ടാണ് ലാഡൻ സിറ്റിയിൽ എത്തി നിൽക്കുന്നത്. ലാഡൻ സിറ്റിനെ സംബന്ധിച്ചിടത്തോളം കുറേ എക്സ്പീരിയൻസുകൾ വീഡിയോ വഴി നമ്മൾ കാണാൻ ഇടയായിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു വിശ്വാസമുണ്ട്, നല്ലൊരു റിസൾട്ട് വരും. ഉള്ളത് വെച്ച് തന്നെ മാക്സിമം മേക്കപ്പ് ചെയ്ത് ഭംഗിയാക്കി തരും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഡോക്ടേഴ്സായിട്ട് പിന്നെ കൺസൾട്ട് ചെയ്തു. അപ്പോൾ അവർ തന്നെ നല്ലൊരു വിശ്വാസം തന്നു. ഇതുവരെ വളരെ ഡെസ്പായിരുന്നു മുടിയുടെ കാര്യത്തിൽ. പക്ഷെ അതിനുശേഷം ഡോക്ടേഴ്സ് നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു തന്ന് എന്ത് ചെയ്യാം, എങ്ങനെ ചെയ്യാം, ഇനി ഫ്യൂച്ചറിൽ എങ്ങനെ പോവാം. മുടിയൊരു കുറവ് തന്നെയാണ് ഇത് തന്നെ പറഞ്ഞാലും, ഒരു കോൺഫിഡൻസ് ലെവൽ കുറയും എന്നുള്ളൊരു കാര്യം വരുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്ന് അതിൻ്റെ ഒരു പിന്നെ മോട്ടിവേഷനോട് കൂടി തന്നെ നമുക്ക് അടുത്ത ഫ്യൂച്ചർ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞു. അപ്പോൾ അത് നല്ലൊരു, ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നത് വളരെ, ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലാണെങ്കിൽ പോലെ തന്നെ നല്ലൊരു കോൺഫിഡൻസിലാണ് ഇപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നത്. അപ്പോൾ വലിയ പ്രതീക്ഷയുണ്ട്. തന്നെയല്ല, എന്നെപ്പോലെ ഇപ്പോൾ നമ്മളൊരു ഓരോരോ പിന്നെ ക്ലിനിക്കുകൾ കുറേ അപാകതകളുണ്ട്. വളരെ അപൂർവം മാത്രമാണ് നല്ല സ്ഥാപനങ്ങളുള്ളൂ. ഇപ്പോൾ സാധാരണ കേസിൽ ഒരു നമ്മളുടെ പണം അപഹരിക്കപ്പെട്ടാൽ നമുക്കത് കുറച്ച് നാൾ വെയിറ്റ് ചെയ്താൽ നമുക്ക് പണം സമ്പാദിക്കാൻ പറ്റും, അല്ലെങ്കിൽ അത് ഓവർകം ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മളുടെ ഒരു പാർട്ട് എന്ന് പറയുന്ന ഡോണർ ഏരിയ, നമ്മളുടെ അമൂല്യമായിട്ടുള്ള ഡോണർ ഏരിയയൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടാൽ അത് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റില്ല, റിട്രീവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിട്ട് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ വ്യക്തമായിട്ടുള്ള നല്ല ക്ലിനിക്കുകൾ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ അമൂല്യമായിട്ടുള്ള ഡോണർ ഏരിയ നഷ്ടപ്പെടാതെ കൃത്യമായിട്ടുള്ള നമുക്ക് വീണ്ടും ഭാവിയിലേക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ നല്ല പിന്നെ ക്ലിനിക്കുകൾ സെലക്ട് ചെയ്യണം. ഇപ്പോൾ നല്ല കോൺഫിഡൻസിലാണ്. ഇനി നമുക്ക് സർജറിക്ക് ശേഷം കാണാം. താങ്ക് യു. അപ്പോൾ പ്രൊസീജിയർ വളരെ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. വളരെ സന്തോഷം തോന്നുന്നുണ്ട്. കാരണം ഇവിടുത്തെ ഡോക്ടേഴ്സായാലും ഡോക്ടർ ടീമായാലും ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവർക്ക് ഒത്തിരി പേരുണ്ടെങ്കിൽ തന്നെ അവർക്ക് ഓരോരോ റോളുകളുണ്ട്. അവരത് വളരെ ഭംഗിയായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. പക്ഷെ മുൻപ് അവിടെ പ്രൊസീജിയർ ചെയ്തപ്പോൾ പ്രിക്കോഷൻ മെഷർമെൻറ്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് എന്തൊക്കെയാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് എന്തെല്ലാം പ്രൊസീജിയേഴ്സ് വേണം എന്നുള്ളത് കൂടുതൽ പിന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം വളരെ പ്രൊസീജിയർ സമയത്ത് തന്നെ ഞാൻ കുറച്ച് നേരം ഉറങ്ങി, കുറച്ച് നേരം പാട്ട് കേട്ടു. വളരെ എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളായാലും പിന്നെ കൂൾ ഡ്രിങ്ക്സിൻ്റെ കാര്യങ്ങളിലായാലും അപ്പോൾ തന്നെ വളരെ കറക്റ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടും കംഫർട്ടാണ്, സന്തോഷമാണ്. നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്തു. എൻ്റെ കേസിൽ എന്താണെന്ന് വെച്ചാൽ, മുൻപ് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തപ്പോൾ ഡോണർ ഏരിയ കണ്ടമാനം എടുത്തു പോയിരുന്നു. വളരെ കുറവ് ഡോണർ ഏരിയയാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പം അത് ഇവർക്ക് ഹാൻഡിൽ ചെയ്യുന്നതിൽ ഒരു ടാസ്ക് തന്നെയായിരുന്നു. അവർ മാക്സിമം എക്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ട്, അത് മാക്സിമം ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇപ്പം തന്നെ ഫ്യൂച്ചറിൽ എന്ത് വേണം, എങ്ങനെ വേണമെന്ന് മാക്സിമം, കാരണം നമുക്ക് കുറേ അപാകതകൾ പറ്റിയിട്ടുണ്ട്. അതെങ്ങനെ ഓവർകം ചെയ്യാന്നുള്ള കാര്യങ്ങൾ ഫ്യൂച്ചറിൽ നല്ല രീതിയിൽ അങ്ങനെ കൊണ്ടുപോകണം. അതിൽ കൃത്യമായിട്ടുള്ള ഗൈഡൻസുകൾ നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫ്യൂച്ചറും നമുക്ക് വളരെ സമാധാനപരമാണ്, ടെൻഷനില്ല. ലാഡൻ സിറ്റി ടീം, താങ്ക് യു.